ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഈ ശനിയാഴ്ച നടക്കുന്ന 10th പ്രിലിംസ് എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 5 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 5 ചോദ്യങ്ങൾക്കും ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളോട് വേറൊരു കാര്യം പറയാനുണ്ട്. കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് പ്രിലിംസിന് വേണ്ടി സ്റ്റഡി വിൻ PSC കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വളരെ ചെറിയൊരു ഫീസേ ഉള്ളൂ. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തതേത്? ഓപ്ഷൻ ബി, രാജ്യാന്തര വ്യാപാരത്തിൻ്റെ 75% ഉൽപ്പാദനം. G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടുന്നവയാണ് ആഗോള സാമ്പത്തിക വളർച്ച പുനഃസ്ഥാപിക്കുക, രാജ്യാന്തര സാമ്പത്തിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക, രാജ്യാന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ നവീകരണം. ഇതും കൂടെ ഓർത്തു വയ്ക്കുക. ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിച്ച് മുംബൈയിൽ തിരിച്ചെത്തിയത് എന്ന്? ഓപ്ഷൻ സി, 2013 മാർച്ച് 31. ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിച്ച് മുംബൈയിൽ തിരിച്ചെത്തിയത് 2013 മാർച്ച് 31. സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ ഡി, വൈകുണ്ഠ സ്വാമികൾ. സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ഠ സ്വാമികൾ. താഴെ പറയുന്നവയിൽ ഉഷ്ണ മരുഭൂമിയിലെ ഗോത്രവർഗങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ എ 2, 4 ബുഷ്മൻ, ട്വാറക്ക്. താഴെ പറയുന്നവയിൽ ഉഷ്ണ മരുഭൂമിയിലെ ഗോത്രവർഗങ്ങൾ ബുഷ്മൻ, ട്വാറക്ക്. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട വ്യക്തി? ഓപ്ഷൻ ബി, കൈലാഷ് സത്യാർത്ഥി. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട വ്യക്തി കൈലാഷ് സത്യാർത്ഥി. മീൻ വിറ്റ് പകരം നേടിയ നെൽക്കൂമ്പാരം കൊണ്ട് വീടും ഉയർന്ന തോണികളും തിരിച്ചറിയാൻ പാടില്ലാതായി. ഈ വരികൾ ഉൾക്കൊള്ളുന്ന സംഘകാല കൃതി തിരിച്ചറിയുക. ഓപ്ഷൻ ബി, പുറനാനൂറ്. മീൻ വിറ്റ് പകരം നേടിയ നെൽക്കൂമ്പാരം കൊണ്ട് വീടും ഉയർന്ന തോണികളും തിരിച്ചറിയാൻ പാടില്ലാതായി. ഈ വരികൾ ഉൾക്കൊള്ളുന്ന സംഘകാല കൃതി പുറനാനൂറ്. ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ? ഓപ്ഷൻ എ, മൂലധനം. ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ മൂലധനം. 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് ലഭിച്ച കളിക്കാരൻ ആരാണ്? ഓപ്ഷൻ ഡി, കിലിയൻ എംബാപ്പെ. 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് ലഭിച്ച കളിക്കാരൻ ആരാണ്? കിലിയൻ എംബാപ്പെ. 2013 ഒടുവിൽ സൗരയൂഥത്തിലെത്തിയ വാൽനക്ഷത്രം? ഓപ്ഷൻ എ, ഐസൺ. 2013 ഒടുവിൽ സൗരയൂഥത്തിലെത്തിയ വാൽനക്ഷത്രം ഐസൺ. മധ്യകാല യൂറോപ്പിൽ സ്പെയിനിൽ നിലനിന്നിരുന്ന സർവകലാശാല ഏതാണ്? ഓപ്ഷൻ ബി, പാർമ. മധ്യകാല യൂറോപ്പിൽ സ്പെയിനിൽ നിലനിന്നിരുന്ന സർവകലാശാല ഏതാണ്? പാർമ. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? ഓപ്ഷൻ ബി, 82 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ്. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? 82 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ്. ഇന്ത്യയിൽ കൂടി കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖ? ഓപ്ഷൻ ഡി, 23 ഡിഗ്രി 30 മിനിറ്റ് നോർത്ത്. ഇന്ത്യയിൽ കൂടി കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖ 23 ഡിഗ്രി 30 മിനിറ്റ് വടക്ക്. ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര കോണീയ അളവാണ്? ഓപ്ഷൻ എ, 30 ഡിഗ്രി. ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര കോണീയ അളവാണ്? 30 ഡിഗ്രി. ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപം? ഓപ്ഷൻ ബി, കരേവ. ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപം കരേവ. കൃഷി അധിഷ്ഠിത വ്യവസായം? ഓപ്ഷൻ എ,
പഞ്ചസാര വ്യവസായം. കൃഷി അധിഷ്ഠിത വ്യവസായം, പഞ്ചസാര വ്യവസായം. ഇന്ത്യയിലെ ആദ്യ തുറമുഖ അധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായ പ്രദേശം. ഓപ്ഷൻ ബി വിശാഖപട്ടണം. ഇന്ത്യയിലെ ആദ്യ തുറമുഖ അധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായ പ്രദേശം വിശാഖപട്ടണം. ഹിമാചൽ പ്രദേശ് ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. ഓപ്ഷൻ ഡി ഷിപ്കില. ഹിമാചൽ പ്രദേശ് ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഷിപ്കില. ഒരു പാരമ്പര്യ ഊർജ സ്രോതസ്. ഓപ്ഷൻ സി കൽക്കരി. ഒരു പാരമ്പര്യ ഊർജ സ്രോതസ് കൽക്കരി. ഇന്ത്യയിൽ ഗ്രാമീണ റോഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായ വസ്തുത ഏതാണ്? ഓപ്ഷൻ സി 1, 2 എന്നിവ മാത്രം. ശരിയായ പ്രസ്താവനകൾ: ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്നു. ഈ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത്. ഇന്ത്യയിലെ ഗ്രാമീണ റോഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്നു. ഈ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത്. ഏതു വർഷമാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത്? ഓപ്ഷൻ ബി 1986. ഏതു വർഷമാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത്? 1986. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ എ രമാബായി. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? രമാബായി. തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിനു വേണ്ടി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹ സമരമേത്? ഓപ്ഷൻ ബി അഹമ്മദാബാദ് സത്യാഗ്രഹം. തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിനു വേണ്ടി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹ സമരമേത്? അഹമ്മദാബാദ് സത്യാഗ്രഹം. ഗാന്ധിജി കൈസർ എ ഹിന്ദു ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചിട്ടാണ്? ഓപ്ഷൻ ബി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഗാന്ധിജി കൈസർ എ ഹിന്ദു ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചിട്ടാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചതാരെ? ഓപ്ഷൻ എ ഗൈഡിലിയു. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചതാരെ? ഗൈഡിലിയു. ചൗരി ചൗര സംഭവം നടന്ന വർഷമേത്? ഓപ്ഷൻ എ 1922. ചൗരി ചൗര സംഭവം നടന്ന വർഷം 1922. 1953 രൂപം കൊണ്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ സി ഫസൽ അലി. 1953 രൂപം കൊണ്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ഫസൽ അലി. ഇന്ത്യൻ താഷ് കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസാക്കിയ സമ്മേളനം നടന്നത് എവിടെ വച്ചാണ്? ഓപ്ഷൻ ഡി ലാഹോർ സമ്മേളനം. ഇന്ത്യൻ താഷ് കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസാക്കിയ സമ്മേളനം നടന്നത് എവിടെ വച്ചാണ്? ലാഹോർ സമ്മേളനം. 1940 ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്തത് ആരെ? ഓപ്ഷൻ സി വിനോബ ഭാവെ. 1940 ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്തത് ആരെ? വിനോബ ഭാവെ. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്ന ധീര വനിത ആരാണ്? ഓപ്ഷൻ എ അരുണ ആസഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്ന ധീര വനിത ആരാണ്? അരുണ ആസഫ് അലി. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ സി രാജാറാം മോഹൻ റായ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ്. 1924 ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി? ഓപ്ഷൻ ബി സി കെ ലക്ഷ്മൺ. 1924 ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി സി കെ ലക്ഷ്മൺ. കേരളത്തിന്റെ വിസ്തൃതി എത്രയാണ്? ഓപ്ഷൻ എ 38,863 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിന്റെ വിസ്തൃതി 38,863 ചതുരശ്ര കിലോമീറ്റർ. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? ഓപ്ഷൻ ഡി ആലപ്പുഴ.
കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ആലപ്പുഴ. കേരളത്തിൽ ഏറ്റവും അധികം വനമേഖലയുള്ള ജില്ല ഏതാണ്? ഓപ്ഷൻ സി ഇടുക്കി. കേരളത്തിൽ ഏറ്റവും അധികം വനമേഖലയുള്ള ജില്ല ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായൽ ഏതെല്ലാം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു? ഓപ്ഷൻ ഡി ആലപ്പുഴ, കോട്ടയം, എറണാകുളം. കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായൽ ഏതെല്ലാം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു? ആലപ്പുഴ, കോട്ടയം, എറണാകുളം. കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എത്ര? ഓപ്ഷൻ ബി 2695 മീറ്റർ. കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടിയുടെ ഉയരം 2695 മീറ്റർ. കേരളത്തിൽ എത്ര പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങളുണ്ട്? ഓപ്ഷൻ ബി 14. കേരളത്തിൽ എത്ര പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങളുണ്ട്? 14. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായത് ഏതു വർഷം? ഓപ്ഷൻ ഡി 2005. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായ വർഷം 2005. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന മൺസൂൺ കാലം കണ്ടെത്തുക. ഓപ്ഷൻ ബി ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന മൺസൂൺ കാലം ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. കേരള നിയമസഭ കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ വർഷം? ഓപ്ഷൻ സി 1994. കേരള നിയമസഭ കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ വർഷം 1994. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവിനെ കണ്ടെത്തുക. ഓപ്ഷൻ സി EMS നമ്പൂതിരിപ്പാട്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് EMS നമ്പൂതിരിപ്പാട്. 1921 അഖില കേരള അടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഓപ്ഷൻ എ ഒറ്റപ്പാലം. 1921 അഖില കേരള അടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഒറ്റപ്പാലം. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാര്? ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമികൾ. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികൾ. ഋതുമതി എന്ന നാടകത്തിൻ്റെ രചയിതാവാര്? ഓപ്ഷൻ ബി പ്രേംജി. ഋതുമതി എന്ന നാടകത്തിൻ്റെ രചയിതാവ് പ്രേംജി. തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തോടുകൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനം ഏതായിരുന്നു? ഓപ്ഷൻ ഡി മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തോടുകൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനം ഏതായിരുന്നു? മലയാളി മെമ്മോറിയൽ. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്തു നിന്നും കുളത്തൂർ കുന്നിലേക്ക് ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാര്? ഓപ്ഷൻ ഡി കുമാരഗുരുദേവൻ. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്തു നിന്നും കുളത്തൂർ കുന്നിലേക്ക് ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാര്? കുമാരഗുരുദേവൻ. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നത് എവിടെ വച്ചാണ്? ഓപ്ഷൻ എ പയ്യന്നൂർ. സിവിൽ നിയമന ലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നത് എവിടെ വച്ചാണ്? പയ്യന്നൂർ. 1904 അധസ്ഥിതർക്കു മാത്രമായി ഒരു വിദ്യാലയം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ സി അയ്യങ്കാളി. 1904 അധസ്ഥിതർക്ക് മാത്രമായി ഒരു വിദ്യാലയം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി. കയ്യൂർ സമരം നടന്ന വർഷം? ഓപ്ഷൻ ബി 1941 മാർച്ച് 28. കയ്യൂർ സമരം നടന്ന വർഷം 1941 മാർച്ച് 28. കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നടത്തിയതാര്? ഓപ്ഷൻ ഡി AK ഗോപാലൻ. കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നടത്തിയതാര്? AK ഗോപാലൻ. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തതേത്? ഓപ്ഷൻ ബി സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തതേത്? സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം.
ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് സമ്മേളന സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം. ഇതും കൂടെ ഓർത്തു വയ്ക്കുക. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയതാര്? ഓപ്ഷൻ ഡി മാഡം ഭിക്കാജി കാമ. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയതാര്? മാഡം ഭിക്കാജി കാമ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആര്? ഓപ്ഷൻ എ സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആര്? സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ്. ഇന്ത്യൻ പൗരന്റെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ സി പൗരാവകാശങ്ങൾ സംരക്ഷിക്കുക. ഇന്ത്യൻ പൗരന്റെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. പൗരാവകാശങ്ങൾ സംരക്ഷിക്കുക. ഇന്ത്യൻ പൗരന്റെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകളാണ് പൊതുമുതൽ സംരക്ഷിക്കുക, പരിസ്ഥിതി സംരക്ഷിക്കുക, സാംസ്കാരിക പൈതൃകങ്ങൾ സംരക്ഷിക്കുക. ഇതും കൂടെ ഓർത്തു വയ്ക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ? ഓപ്ഷൻ ഡി വജാഹത്ത് ഹബീബുള്ള. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ള. ഇന്ത്യയിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയയാണ്. അതും കൂടി ഓർത്തു വെച്ചോണം. ഇന്ത്യയിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ്? ഓപ്ഷൻ എ ആനന്ദമഠം. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്? ആനന്ദമഠം. മൗലിക അവകാശങ്ങളിലെ അവസര സമത്വം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ഏത്? ഓപ്ഷൻ സി 16-ാം വകുപ്പ്. മൗലിക അവകാശങ്ങളിലെ അവസര സമത്വം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ഏത്? 16-ാം വകുപ്പ്. അശോകസ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി അംഗീകരിച്ചതെന്ന്? ഓപ്ഷൻ ബി 1950 ജാനുവരി 26. അശോകസ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി അംഗീകരിച്ചതെന്ന്? 1950 ജാനുവരി 26. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏതു ഭാഷയിലാണ് രചിക്കപ്പെട്ടത്? ഓപ്ഷൻ ഡി ബംഗാളി. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏതു ഭാഷയിലാണ് രചിക്കപ്പെട്ടത്? ബംഗാളി. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ എ 2, 4 എന്നിവ ശരിയാണ്. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം മൗലിക അവകാശമാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടതാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം മൗലിക അവകാശമാണ്. മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല്? ഓപ്ഷൻ ബി കോമ്പല്ല്. മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് കോമ്പല്ല്. ശരീരത്തിലെ പ്രധാന വിസർജന അവയവം ഏത്? ഓപ്ഷൻ ഡി വൃക്ക. ശരീരത്തിലെ പ്രധാന വിസർജന അവയവം വൃക്ക. അസ്കോർബിക് അമ്ലം എന്നറിയപ്പെടുന്ന ജീവകം? ഓപ്ഷൻ എ ജീവകം സി. അസ്കോർബിക് അമ്ലം എന്നറിയപ്പെടുന്ന ജീവകം സി. കേരളത്തിലെ നഗരങ്ങളിലെ ചേരിയിൽ താമസിക്കുന്നവരുടെ സംരക്ഷണത്തിനായി ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി? ഓപ്ഷൻ എ ഉഷസ്. കേരളത്തിലെ നഗരങ്ങളിലെ ചേരിയിൽ താമസിക്കുന്നവരുടെ സംരക്ഷണത്തിനായി ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഉഷസ്. തൊണ്ടമുള്ളിന് ഡിഫ്തീരിയയ്ക്ക് കാരണമായ രോഗാണു? ഓപ്ഷൻ ബി ബാക്ടീരിയ. തൊണ്ടമുള്ളിന് ഡിഫ്തീരിയയ്ക്ക് കാരണമായ രോഗാണു ബാക്ടീരിയ. താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം പച്ചമുളക് ഏതാണ്? ഓപ്ഷൻ എ ഉജ്ജ്വല. താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം പച്ചമുളക് ഏതാണ്? ഉജ്ജ്വല. ചണച്ചെടിയുടെ ഏത് ഭാഗത്തു നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത്? ഓപ്ഷൻ ബി തണ്ട്. ചണച്ചെടിയുടെ ഏത് ഭാഗത്തു നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത്? തണ്ട്. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏത്? ഓപ്ഷൻ എ കോന്നി. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏത്? കോന്നി. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ സി മേധ പട്കർ. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? മേധ പട്കർ. ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാതകം ഏത്? ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ്.
ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്നത് ഓപ്ഷൻ ബി അമോണിയം ക്ലോറൈഡ്. ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്നത് അമോണിയം ക്ലോറൈഡ്. മനുഷ്യ ശരീരത്തിൽ ആഹാരം ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാകുന്നത്? ഓപ്ഷൻ ഡി ഓക്സിജൻ. മനുഷ്യ ശരീരത്തിൽ ആഹാരം ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാകുന്നത്? ഓക്സിജൻ. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണിക ഓപ്ഷൻ എ തന്മാത്ര. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണിക തന്മാത്ര. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്നത് ഓപ്ഷൻ സി കാൽസ്യം കാർബണേറ്റ്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്നത് കാൽസ്യം കാർബണേറ്റ്. ചുവടെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ധാന്യകത്തിലും മാംസ്യത്തിലും പൊതുവായി അടങ്ങിയിട്ടുള്ളത് ഏതെല്ലാം? ഓപ്ഷൻ സി 1ഉം 2ഉം. ഹൈഡ്രജൻ, കാർബൺ. ചുവടെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ധാന്യകത്തിലും മാംസ്യത്തിലും പൊതുവായി അടങ്ങിയിട്ടുള്ളത് ഹൈഡ്രജൻ, കാർബൺ. പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറമേത്? ഓപ്ഷൻ ബി മഞ്ഞ. പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം മഞ്ഞ. താഴെ തന്നിരിക്കുന്നവയിൽ സമ്പർക്ക ബലമേത്? ഓപ്ഷൻ സി ഹർഷണബലം. താഴെ തന്നിരിക്കുന്നവയിൽ സമ്പർക്ക ബലമേത്? ഹർഷണബലം. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം? ഓപ്ഷൻ എ ബുധൻ. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ബുധൻ. മാധ്യമത്തിൻ്റെ സഹായം ഇല്ലാതെ തന്നെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ഓപ്ഷൻ സി വികിരണം. മാധ്യമത്തിൻ്റെ സഹായം ഇല്ലാതെ തന്നെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് വസ്തുവിൻ്റെ ഭാരം 0 ഓപ്ഷൻ ഡി ഭൂമിയുടെ കേന്ദ്രഭാഗത്ത്. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് വസ്തുവിൻ്റെ ഭാരം 0 ഓക്കെ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക്